അന്ന് രാത്രി മീനുവിന് കിടന്നിട്ട് ഉറക്കം വന്നില്ല. അവളുടെ മനസ്സിൽ അച്ഛനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. എന്നാലും അച്ഛൻ തന്നോടിത് ചെയ്തല്ലോ, അവൾക്ക് എന്തോ പോലെ തോന്നി. അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കിടക്കുമ്പോഴാണ് പെട്ടെന്ന് ഫോണിൽ മെസ്സേജ് വന്നത്. അവൾ എടുത്തു നോക്കി. ഉണ്ണിയുടെ മെസ്സേജ് ആണ്. എടി, എന്താ റിപ്ലൈ അയക്കാത്തെ? എന്ത് പറ്റി? ഇതായിരുന്നു മെസ്സേജ്. പക്ഷെ അപ്പോൾ റിപ്ലൈ അയക്കാൻ അവൾക്ക് തോന്നിയില്ല. ഓരോന്ന് ചിന്തിച്ച് അവൾ എപ്പോഴും ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ നേരത്തെ തന്നെ അവൾ എണീറ്റു. അവൾ അടുക്കളയിൽ ചെന്നു. അമ്മ അപ്പം ഉണ്ടാക്കുവാണ്. ഹാ, മോൾ ഇന്ന് നേരത്തെ എണീറ്റോ? അമ്മ ഒരു ചിരിയാലെ ചോദിച്ചു. ഹോ, അമ്മയ്ക്ക് ഇന്ന് പതിവിലും സന്തോഷമാണല്ലോ. അവൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു. ഹാ, ഇന്ന് നേരത്തെ പോകണം അമ്മേ. അതും പറഞ്ഞ് അവൾ കുളിമുറിയിൽ കയറി. മീനു കുളിക്കാൻ തുടങ്ങി. അവൾ കണ്ണാടിയിൽ നോക്കി. അങ്ങനെ കുറച്ചുനേരം കണ്ണാടിയിൽ നോക്കി നിന്നപ്പോൾ അവൾക്ക് നാണമോ മറ്റെന്തൊക്കെയോ തോന്നി. കുളി കഴിഞ്ഞ് തോർത്തുകൊണ്ട് പതിയെ തുടച്ചു. പതിയെ ദേഹം ഒപ്പിയെടുത്തു. പിന്നെ ചുരിദാറിട്ട് പുറത്തിറങ്ങി. അവളുടെ മുറിയിലേക്ക് നടക്കവേ ഹാളിലെ സോഫയിൽ അച്ഛൻ ഇരിക്കുന്നു. അവളെ കണ്ടതും അയാൾ ആക്കിക്കൊണ്ട് ചിരിച്ചു കാണിച്ചു. അവൾ ഒന്നും മിണ്ടാതെ അയാളെ ഇച്ചിരി പരുഷമായി നോക്കിക്കൊണ്ട് മുറിയിലേക്ക് കയറി കതക് അടച്ചു. പിന്നെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങിക്കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഹാളിൽ അച്ഛനില്ലായിരുന്നു. മോളെ, വാ, കഴിച്ചിട്ട് പോ, അമ്മ അടുക്കളയിൽ നിന്നും വിളിച്ചു പറഞ്ഞു. അങ്ങനെ അവൾ അപ്പവും കടലക്കറിയും കഴിച്ചു കഴിഞ്ഞ് ബാഗും എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ മുറ്റത്ത് അച്ഛനെ കണ്ടു. അയാൾ ചെടികൾക്ക് വെള്ളം ഒഴിക്കുമായിരുന്നു. അവളെ കണ്ടതും ഒരു ചിരി. ഇന്ന് നേരത്തെ പോകുവാണോടി? അച്ഛൻ്റെ ചോദ്യം. അവൾ ഒന്ന് നീട്ടി മൂളുക മാത്രം ചെയ്തു. ആപ്പീസിലേക്ക് തന്നെയാണോ, അതോ കണ്ടവന്റെ കൂടെ കറങ്ങി നടക്കാനാണോ? അയാളുടെ ആ ചോദ്യം കേട്ടതും അവൾക്ക് വല്ലാതായി. അവൾ അയാളെ തുറച്ചു നോക്കി. ദേഷ്യമൂത്ത് എന്തൊക്കെയോ പറയാൻ തോന്നിയെങ്കിലും മീനു പറയാൻ വന്ന വാക്കുകൾ കടിച്ചമർത്തി. അത് കണ്ട് അയാൾ പല്ലിളിച്ചുകൊണ്ട് രണ്ട് കണ്ണും അടച്ചു കാണിച്ചു. അവൾ ദേഷ്യത്തോടെ ചാടിത്തുള്ളിക്കൊണ്ട് ഗേറ്റും തുറന്ന് നടന്നു. അവൾ ഓരോന്ന് ചിന്തിച്ച് നടന്നപ്പോഴാണ് ഓർത്തത് രാഹുൽ. രാഹുൽ എന്നും കാത്തു നിൽക്കുന്ന ഇടത്തേക്ക് അവൾ നടന്നുകൊണ്ട് നോക്കി. ഇല്ല, അവൻ അവിടെയില്ല. ഇനി വരാൻ ലേറ്റായതായിരിക്കുമോ എന്നും ചിന്തിച്ചുകൊണ്ട് അവൾ അവിടേക്ക് പതുക്കെ നടന്നു. പിന്നെ അവിടെ എത്തി കുറച്ചു നേരം നിന്നു. ഇവൻ ഇതെവിടെ പോയി കിടക്കുക? അവൾ അതും ചിന്തിച്ച് കുറച്ചു നേരം അവിടെ നിൽക്കവേ ആ റോഡിൽ കൂടി നടന്നു പോകുന്ന അമ്മാവന്മാരും ബൈക്കിൽ പോകുന്ന ചെറുപ്പക്കാരും അവളെ തന്നെ നോക്കുന്നത് കണ്ട് അവൾക്ക് വല്ലാതായി. പെട്ടെന്നാണ് അവൾക്ക് കോൾ വന്നത്. അത് ഉണ്ണിയായിരുന്നു. ഹലോ മീനു ചേച്ചി. ആ, പറയടാ. എന്താ ചേച്ചി, എന്ത് പറ്റി? ഇന്നലെ ഞാൻ വിളിച്ചായിരുന്നല്ലോ, മെസ്സേജ് അയച്ചിട്ടാണെങ്കിൽ റിപ്ലൈയും ഇല്ല. ആ, എടാ അതിപ്പോൾ എന്താ പറയാ, ഇന്നലെ എനിക്ക് വയ്യായിരുന്നു, അതാ. അവൾ കള്ളം തട്ടിവിട്ടു. ഉവ്വ. എന്നിട്ടിപ്പോൾ എവിടെയാ? വീട്ടിലാണോ? ഏയ് അല്ലടാ, ഞാൻ സാധാരണ വീട്ടിൽ നിന്ന് ഓഫീസിൽ പോകുന്ന പോലെ ഇറങ്ങി. വീട്ടിൽ പറഞ്ഞിട്ടില്ല ഞാൻ ജോലി റിസൈൻ ചെയ്ത കാര്യം. അതെന്താ ചേച്ചി പറയാഞ്ഞേ? അത് പറഞ്ഞാൽ ശരിയാവില്ല. പിന്നെ എനിക്ക് പുറത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. പിന്നെ പോകുമ്പോൾ എവിടെ പോകുക, എന്തിനു പോകുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. ആണോ? അത് ശരിയാ ചേച്ചി. ആ പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നില്ലേ ഒരു ജോലിക്കാര്യം? അവൻ അത് പറഞ്ഞപ്പോഴാണ് അവൾ സന്തോഷത്തോടെ അത് ഓർത്തത്. ആ, എടാ, നീ വിളിച്ച് അന്വേഷിച്ചായിരുന്നോ? അന്വേഷിച്ചു ചേച്ചി, എല്ലാം ഓക്കെ ആണ്. പക്ഷെ ആ കമ്പനിയിൽ നേരിട്ട് പോയി പേരും നമ്പറും കൊടുക്കേണ്ടി വരും. എന്നിട്ട് അവർ ഒരു ദിവസം ഇന്റർവ്യൂവിന് വിളിക്കും. ആണോ? എടാ, അപ്പോൾ കുറേ പേരുണ്ടാകുമല്ലേ? അത്രയും വലിയ കമ്പനിയല്ലേ? അപ്പോൾ നമ്മളെയൊക്കെ എടുക്കുമോ ആവോ? അവൾ പറഞ്ഞത് കേട്ട് അവൻ ചിരിച്ചു. എടി ചേച്ചി, നിന്നെ കണ്ടാൽ ആരാ ജോലിക്ക് എടുക്കാത്തത്? ചിലപ്പോൾ അവിടെയുള്ള എല്ലാവന്മാരെയും പിരിച്ചുവിട്ട് ചേച്ചിക്ക് ജോലി തരും. അത് കേട്ടപ്പോൾ അവൾ പൊട്ടിച്ചിരിച്ചു. അവനും ചിരിച്ചു. എടാ, എന്നാ നീ ആ കമ്പനിയുടെ അഡ്രസ്സ് അയക്ക്. ഞാൻ ഏതായാലും ചുമ്മാ നിൽക്കുവല്ലേ, പോയിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കട്ടെ. ഓക്കെ ചേച്ചി, ഞാൻ ഇപ്പോൾ തന്നെ അഡ്രസ്സ് വിടാം. എടാ, നീ എവിടെയാ? ഞാനിപ്പോൾ ബസ്സിലാ, കോളേജിൽ പോയിക്കൊണ്ടിരിക്കുക. എടാ, രാഹുൽ വിളിച്ചായിരുന്നോ പിന്നെ? ഇല്ലടി, അവൻ പിന്നെ വിളിച്ചില്ല. നിന്നെയും വിളിച്ചില്ലേ? ഇല്ലടാ, അവൻ്റെ ഒരു മെസ്സേജ് പോലും ഇല്ല. ആ, ഞാൻ പറഞ്ഞതല്ലേ ചേച്ചി, അവൻ്റെ സ്വഭാവം അങ്ങനെയാ. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ. എടാ, അപ്പോൾ ശരി, നീ അഡ്രസ്സ് അയക്ക് കേട്ടോ. ചേച്ചി, ഒരു കാര്യം ചെയ്യാമോ? എന്താടാ? നീ അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്ക്, ഞാൻ ചേച്ചിയുടെ കൂടെ ആ കമ്പനിയിലോട്ട് വരാം. എടാ വേണ്ടടാ, നിനക്ക് ക്ലാസ് ഇല്ലേ? ഞാൻ പോയിക്കോളാം. ഞാൻ തനിയെ പോയിക്കോളാം. അത് സാരമില്ലടി, ഞാനും വരാം.
കോളേജിൽ പോടാ മടിയാ, ഇങ്ങനെ കിട്ടുന്ന അവസരം ക്ലാസ് കട്ട് ചെയ്താൽ പിന്നെ പണി കിട്ടും കേട്ടോ, അവൾ ഒരു ചിരിയോടെ പറഞ്ഞു. ഓ, അതൊന്നും സാരമില്ല ചേച്ചി, നിന്റെ ജോലി പോകാൻ ഞാൻ ഒരു കാരണക്കാരനാണല്ലോ, അപ്പോൾ നിനക്കിനി പുതിയ ജോലി ശരിയാക്കി തന്നിട്ടേ എനിക്ക് വിശ്രമമുള്ളൂ. അത് കേട്ട് അവൾ ചിരിച്ചു. നീ എവിടെ എത്തിയിപ്പോ? എടി, ഇനി ഒരു 10 മിനിറ്റ് കൂടി, നീ അവിടെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നോ, അപ്പോഴേക്കും ഞാൻ എത്തും. എന്നാ ശരി, ഓക്കേടാ. അവൾ ഫോൺ ബാഗിൽ വെച്ച് നടന്നു. ഉണ്ണിയോടൊന്ന് സംസാരിച്ചപ്പോൾ അവൻ കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് നല്ല സന്തോഷം തോന്നി. അവൾ പതിയെ ബസ് സ്റ്റോപ്പിലേക്ക് ചെന്നു. കുറച്ചു നേരം നിന്നപ്പോൾ ഉണ്ണി ബസ് ഇറങ്ങി വരുന്നത് കണ്ടു. അവളെ കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ കൈ പിടിച്ച് നടന്നുകൊണ്ട് പറഞ്ഞു, വാ ചേച്ചി പോകാം, കാറ് വിളി. എന്ത് കാറോ? അല്ലെങ്കിൽ വേണ്ട, ഓട്ടോ വിളി. ഷേ, നീ ഇതെന്തോന്നാടാ പറയുന്നേ? ആ അതെ ചേച്ചി, ഇത് നമുക്ക് VIP ജീവിതം. ഓ പിന്നെ ഒന്ന് പോടാ, അവസാനം എല്ലാത്തിനും ഞാൻ തന്നെ കാശ് കൊടുക്കേണ്ടി വരും. ബസ്സിൽ പോകാടാ ഊളെ, മീനു അവൻ്റെ കയ്യിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ അവർ ബസ്സിൽ കയറി. ഉണ്ണിയുടെ അടുത്ത് തന്നെയായിരുന്നു മീനുവും ഇരുന്നത്. അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് യാത്ര തുടർന്നു. അവർക്ക് എത്ര സംസാരിച്ചിട്ടും മതി വരാത്തത് പോലെ തോന്നി. ഷേ, പെട്ടെന്ന് സ്ഥലം എത്തിയല്ലോ, മീനു ചിന്തിച്ചു. അവർ അവിടെ ഇറങ്ങി നടന്നു. ഇനി എങ്ങോട്ടാടാ? ദേ, ഇവിടുന്ന് ഇനി കുറച്ച് നടന്നാൽ മതി. അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ച് നടന്നു. സാധാരണ വളരെ കുറച്ച് നടന്നാൽ ക്ഷീണിക്കുന്ന ഉണ്ണിക്ക് അന്ന് ക്ഷീണം അറിഞ്ഞില്ല. മീനുവിനാണെങ്കിൽ സംസാരിച്ചിട്ട് മതിയാവുന്നുമില്ല. അങ്ങനെ അവർ ആ സ്ഥാപനത്തിന് മുന്നിലെത്തി. അവിടം കണ്ടതും അവൾ വാ പൊളിച്ചു നോക്കി. ഹോ, വലിയ സ്ഥാപനമാണല്ലോടാ. പിന്നല്ല, ഇനി നീയാ ഇവിടുത്തെ റാണി. അതും പറഞ്ഞ് അവർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. റിസപ്ഷനിസ്റ്റിലെ ചേച്ചി അവരെ നോക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇന്റർവ്യൂവിന് വന്നതാ, അപ്പോയിൻമെന്റ് എടുക്കണം, അവൻ ആ ചേച്ചിയോട് പറഞ്ഞു. മോനെ, നീ പഠിക്കുമല്ലേ, അത് തന്നെ ഒരു ജോലിയല്ലേ? ആ ചേച്ചി ഒരു ചിരിയാലെ ചോദിച്ചു. അത് കേട്ട് മീനുവിന് ചിരി പൊട്ടി. എനിക്കല്ല ചേച്ചി, ജോലി എൻ്റെ ചേച്ചിക്കാണ്, അവൻ അവളെ തൊട്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു. ആയിക്കോട്ടെ മോളെ, ദേ ഈ ഫോം ഫിൽ ചെയ്യണം കേട്ടോ, അവർ ഒരു ഫോം നീട്ടിക്കൊണ്ട് പറഞ്ഞു. മീനു അത് വാങ്ങി എല്ലാം ഫിൽ ചെയ്ത് കൊടുത്തു. ഇനി എന്തെങ്കിലും ഉണ്ടോ ചേച്ചി? അവൾ ചോദിച്ചു. ഇല്ല, കഴിഞ്ഞു, ഇനി ഇന്റർവ്യൂ ഡേറ്റ് അറിയിക്കാൻ വിളിക്കാം, അവർ ഒരു ചിരിയാലെ പറഞ്ഞു. ഓക്കെ ശരി. അങ്ങനെ അവർ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ അത് കഴിഞ്ഞല്ലോ ചേച്ചി, ഇത് ഉറപ്പിച്ചോ? ഇവിടെ ഉറപ്പായും നിനക്ക് ജോലി കിട്ടും, മിക്കവാറും അവർ നാളെ തന്നെ വിളിക്കും. ഉണ്ണി പറഞ്ഞത് കേട്ട് മീനു സന്തോഷത്തോടെ ചിരിച്ചു. അങ്ങനെ അവർ ഓരോ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വരുമ്പോഴാണ് പെട്ടെന്ന് അവൾ അത് കണ്ടത്. അവർ നടന്നു വരുന്ന റോഡിന്റെ എതിർവശത്തായി ഒരു കടയിൽ അച്ഛൻ ബീഡിയും വലിച്ചുകൊണ്ട് അവരെ നോക്കുന്നു. അപ്പോൾ അച്ഛൻ്റെ മുഖത്ത് എന്ത് ഭാവമാണെന്നൊന്നും അവൾക്ക് ശ്രദ്ധിക്കാനായില്ല. അവൾ വേഗം ഉണ്ണിയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ഒരു കട്ട് റോഡിലേക്ക് കയറി. നീ ഇത് എവിടെയാ പോകുന്നേ? ഉണ്ണിയുടെ ചോദ്യം. എടാ, അത് നമുക്ക് ഒരു ഷേക്ക് കഴിച്ചിട്ട് പോകാം. ആണോ ചേച്ചി? എങ്കിൽ അപ്പുറത്തെ റോഡിൽ നല്ലൊരു കടയുണ്ട്, വാ നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞ് തിരിഞ്ഞതും അവൾ അവൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് വേണ്ട, ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു നടന്നു. എന്നാ ശരി, ഇത്തവണയെങ്കിലും ഞാൻ കാശ് കൊടുക്കാട്ടോ. ചേച്ചിക്ക് ഇഷ്ടമുള്ള ഷേക്കോ ഐസ്ക്രീമോ എന്ത് വേണേലും കഴിച്ചോ, ഞാൻ കൊടുത്തോളാം. പോടാ, അതൊന്നും വേണ്ട, പഠിക്കുന്ന നിന്റെ കയ്യിൽ എവിടുന്നാ കാശ്, ഞാൻ കൊടുത്തോളാം. വേണ്ട ചേച്ചി, ഞാൻ കൊടുക്കാം, എൻ്റെ കയ്യിലുണ്ട്. ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ, അതും പറഞ്ഞ് അവൾ അവനെ തുറച്ചു നോക്കി. ഓ, ചേച്ചി എന്തോ ടെൻഷനാണെന്ന് മനസ്സിലായ അവൻ പിന്നൊന്നും മിണ്ടിയില്ല. അവളുടെ കൂടെ മിണ്ടാതെ നടന്നു. അവർ ഒരു ജ്യൂസ് കടയിൽ കയറി 2 ഷേക്ക് പറഞ്ഞു. അവൻ അവളെ തന്നെ നോക്കി. എന്തെങ്കിലും ചോദിച്ചാലോ? ഏയ് വേണ്ട, പിന്നെയും ചാടിക്കളിക്കാൻ വന്നാലോ എന്ന് പേടിച്ച് അവൻ ഒന്നും മിണ്ടിയില്ല. അവൾ അവനെ നോക്കിയപ്പോൾ അവൻ വേഗം നോട്ടം മാറ്റിക്കൊണ്ടിരുന്നു. ഷേക്ക് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ പറഞ്ഞു. എടാ, സോറി. ഹാ, എനിക്കറിയാം ചേച്ചി, ചേച്ചിക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലേ, രാഹുൽ വിളിക്കാത്തത് കൊണ്ട്. അത് വിട്ട് കളയുന്നേ. ഏയ് എടാ, അതൊന്നുമല്ല. പിന്നെന്താ പ്രശ്നം? അവൻ ആകാംക്ഷയോടെ അവളെ നോക്കി. എടാ, അത് അവൾ പറയാനൊന്നും മടിച്ചു. ഒന്ന് പറ ചേച്ചി, മനുഷ്യനിങ്ങനെ ടെൻഷൻ ആക്കാതെ. എടാ, നമ്മളിപ്പോൾ വരുന്ന വഴി നമ്മളെ എൻ്റെ അച്ഛൻ കണ്ടു. ആഹാ, എന്നിട്ടാണോ? എന്നിട്ട് എന്താ ചേച്ചി എനിക്ക് പരിചയപ്പെടുത്തി തരാതിരുന്നേ? കഷ്ടമുണ്ടടി, അവൻ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു.
എടാ മണ്ട, എൻ്റെ അച്ഛൻ നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. ആളൊരു പകൽമാന്യനാണ്. എന്നോട് പണ്ട് തൊട്ടേ ദേഷ്യവും പകയും വെച്ചോണ്ട് നടപ്പാണ്. അത് കേട്ട് അവൻ വാ പൊളിച്ച് അവളെ നോക്കി. ഏ, അതെന്താ ചേച്ചി അങ്ങനെ? എടാ, അതൊക്കെ വലിയ കഥയാണ്, പിന്നെ പറയാം. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ എൻ്റെ കല്യാണം നടത്താൻ പോവുക. അതും അങ്ങേരെ പോലെ വെള്ളമടിയും മറ്റു ദുശീലങ്ങളുമൊക്കെയുള്ള ഒരുത്തനുമായിട്ട്. എന്നിട്ട് എന്നോട് പറയുക, നിന്നെ ഞാനങ്ങനെ നല്ല കുടുംബത്തിൽ കെട്ടിച്ചയക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ജീവിതത്തിൽ എന്നും സങ്കടപ്പെട്ട് ജീവിക്കണമെന്നൊക്കെ. മീനു പറഞ്ഞതൊക്കെ കേട്ട് ഉണ്ണി ഞെട്ടി.